ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാം ഫിലിപ്പിയ ലേഖനം 3:12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ടുള്ളതായ ഓട്ടമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് താൻ പൂർണ്ണനാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ 3-ാം സ്വർഗത്തോളം എത്തിയ പൗലോസ്, ഈടുറ്റ 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയ പൗലോസ്, താന് ഒരിക്കലും പൂർണ്ണനാണെന്ന് അവകാശപ്പെടാതെ താന് ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരമ വിളിയുടെ ലാക്കിലേക്ക് താനും ഓടുന്ന ആ അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് തനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയാണ് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ക്രിസ്തു തന്നെ പിടിച്ചിരിക്കുന്നു എന്ന ഒരു ഉത്തമ ബോധ്യം പൗലോസിനുണ്ട്. താൻ ക്രിസ്തുവിനെ പിടിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തു തന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തനിക്ക് ധൈര്യമുണ്ട്. ഒരുപക്ഷെങ്കിൽ നാമാണ് ക്രിസ്തുവിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മുടെ വഴുതിപ്പോകുവാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ബലം ക്ഷയിച്ചു പോകുവാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ഇവിടെ പൗലോസിന്റെ പ്രത്യാശ ക്രിസ്തു തന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താൻ പറയുന്നത് പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ആ ലാക്കിലേക്ക്. പിൻപിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മാത്രമേ ഓടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന്റെ പിൻപിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. ചിലപ്പോൾ അവനെ ഊകി വിളിക്കുന്നവരുണ്ട്, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും അതൊന്നും ആ ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിക്ക് ആ സമയത്ത് വിഷയമല്ല. ഇതൊന്നും അവൻ ശ്രദ്ധിക്കാറില്ല. അവന്റെ കുടുംബത്തെ കുറിച്ചോ മറ്റു സാഹചര്യങ്ങളെ കുറിച്ചോ ഇതൊന്നും അവൻ ചിന്തിക്കാതെയുള്ളതായ ഓട്ടമാണ്. എബ്രായ ലേഖനം 12:1 പറയുന്നത് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം അത് സ്ഥിരതയോടെ നാം ഓടണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ, അത് സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യമാണ് എന്ന് അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. നമുക്കറിയാം, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തി ആ വരയ്ക്ക് വെളിയിലാകരുത്, അഥവാ പ്രമാണത്തിൽ നിന്ന് വേണം അവൻ ഓടേണ്ടത്. നമുക്ക് ഓടുവാനുള്ളതാകുന്ന ആ ഓട്ടക്കളത്തിലെ പ്രമാണമാണ് ദൈവത്തിന്റെ തിരുവചനം എന്ന പ്രമാണം. ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് വേണം അവന് ഓടേണ്ടത്. ഓട്ടത്തിന്റെ അവസാനം പൗലോസ് നേടുവാൻ ആഗ്രഹിക്കുന്ന ബിരുദ എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള പൂർണ്ണ സംസർഗമാണ് എന്ന് തനിക്ക്, അഥവാ ക്രിസ്തുവിനെ തന്നെയാണ് താൻ പൂർണ്ണമായി ആ നേടുവാനായിട്ട് പോകുന്നത് എന്നുള്ള ആ സംതൃപ്തിയാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും അവന്റെ തേജസ്സിന്റെ പങ്കാളിയും ആയിത്തീരാൻ പൗലോസ് ആഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കണം എന്നവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ, അറിവ്, ശക്തി അനുസരിച്ച് വേണം ആ ജീവിതത്തിലെ ആ പാപമെല്ലാം
പുറകിൽ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ചു കളഞ്ഞുകൊണ്ട് വേണം നാം ഓടേണ്ടത് എന്നാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ദൈവ കൃപയിൽ അനുസരിച്ച് നിന്നുകൊണ്ട്. നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിൽ ചിലപ്പോൾ 400 മീറ്ററോ അല്ലെങ്കിൽ 800 മീറ്ററോ ഒക്കെ ഓടിയാൽ മതി. അത് ചില മിനിറ്റുകൾ കൊണ്ട് ഓടി തീർക്കാം. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായിത്തീരുന്ന നിമിഷം മുതൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആ ഓട്ടക്കളത്തിൽ അവൻ ഓടുകയാണ്. പിമ്പിലുള്ള സകല ശക്തികളെയും മറന്നുകൊണ്ട് അവൻ ഓടേണ്ടത് ആവശ്യമാണ്. സാധാരണ ചിലരെ ഇങ്ങനെ പറയാറുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ പിന്നെ അവന് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, കൃപ അവനെ പരിപാലിച്ചു കൊള്ളും. അതിനുദാഹരണമായിട്ട് ചിലർ പറയുന്നത്, ഒരു മരത്തിലെ ഫലം അതൊന്നും ചെയ്തിട്ടല്ല, അത് തനിയെ ഭാഗമായി വരുന്നത് പോലെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരുവനെ ക്രിസ്തു നോക്കിക്കൊള്ളും, അതങ്ങ് ഭാഗമായിക്കൊള്ളും എന്ന് പഠിപ്പിക്കുന്ന ചില കൃപയുടെ പഠിപ്പിക്കലുകളൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം അബദ്ധം മാത്രമാണ്. നീ അങ്ങനെ ചിന്തിച്ചാൽ പോലും ആ മരത്തിൽ ഉണ്ടാകുന്ന ആ പൂവ് അത് പൂക്കുന്നു, കായാകുന്നു, പിന്നെ അത് ഫലമാകുന്നു. ഇതിനൊക്കെ അനേക പ്രോസസ്സുകളിൽ കൂടി അത് കടന്നു പോകുന്നുണ്ട്. അനേക സന്ദർഭങ്ങളിലുള്ള കൊടുങ്കാറ്റുകള്, അതേപോലെ വെയില്, കൊടും പേമാരികള്, ചിലതെല്ലാം പൂക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ചിലതെല്ലാം കൊടുങ്കാറ്റില് ആടി തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പുഷ്പങ്ങൾ അല്ലെങ്കിൽ കായ്കൾ നശിച്ചു പോകുന്നുണ്ട്. അതിലൊരംശം മാത്രമേ ഫലമായി മാറുന്നുള്ളൂ എന്നുള്ള കാര്യം നാം മറക്കരുത്. ഈ പ്രതികൂല സാഹചര്യത്തെ എല്ലാം അതിജീവിച്ച അതുമാത്രമാണ് പിന്നീട് ഫലമായി മാറുന്നത്. അതേപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളുണ്ട്. ഈ ലോകം, ജഡം, പിശാച് എപ്പോഴും പ്രതികൂലമായി നിൽക്കും. പാപത്തിന്റെ അനേക ആ വാഞ്ചനകളുമായിട്ടത് കടന്നു വരും, പല മോഹങ്ങളുമായിട്ടത് കടന്നു വരും. അതിനെയെല്ലാം അതിജീവിച്ച് ഓടുന്ന ഒരുവന് മാത്രമേ ആ പരമവിളിയുടെ ലാക്കിലേക്ക് കടന്നു ചെല്ലുവാനും ഉൽപ്രാവണത്തിൽ കർത്താവിനോട് ഒരുമിച്ച് ചേരുവാനും കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകാതെ വണ്ണം ഓടേണ്ടതുപോലെ നമുക്ക് ഓടാം. അവിടുന്ന് നമ്മെ അതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ചെങ്കടലാർ തിരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴു
വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും.